ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും മന്തി തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ചിക്കൻ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാനിലാണോ മന്തി തയ്യാറാക്കുന്നത് അതേ പാനിൽ തന്നെ ഇതുപോലെ ചിക്കൻ പീസസൊക്കെ നിരത്തി വേണം വെച്ച് കൊടുക്കാൻ. മന്തിക്ക് എപ്പോഴും ഒന്നുകൂടി ടേസ്റ്റ് ചിക്കൻ ഇതുപോലെ സ്കിന്നോടെ വെക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിലെ എല്ലാ പീസിലും ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മൾ ഈ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടികളും അതുപോലെ ഫ്ലേവേഴ്സൊക്കെ ഈ ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർക്ക് വെച്ചിട്ടൊന്ന് എല്ലാ പീസസിലും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ പീസസിലും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ചതച്ച് വെച്ച 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടിയാണ്. അതും ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടിയാണ്. 1 ടീസ്പൂൺ മതി, അത് ഓവറൊന്നും മല്ലിയില ചേർക്കരുത്. അപ്പോൾ ഇതുപോലെ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ 1 ടീസ്പൂൺ പുതിനയും കൂടി നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ കുരുമുളകും. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 3 മാഗി ക്യൂബാണ്. അപ്പോൾ നമുക്ക് വേറെ ഉപ്പൊന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റെഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്കിത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു പെർഫെക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കളർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. വേറെ ഓയിലൊന്നും ചേർക്കരുത്, ഇത് ഈ ഓയിൽ തന്നെ ചേർക്കണം. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ഓയിലൊന്നും മന്തിയിൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഇത്രയും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കനിലൊക്കെ മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഇത് മന്തി നന്നായിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് സെറ്റായിട്ടൊന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അതേ സമയം നമുക്ക് അരി ഒന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നീളം കൂടിയ ബസ്മതി റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതിയുടെ വൈറ്റ് റൈസാണ്. അപ്പോൾ ഈ ഒരു അരി മന്തിക്ക് നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ ഈ ഒരു അരി തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സെല്ല ബസ്മതിയുടെ ഗോൾഡൻ കളറുള്ള അരിയും നമുക്ക് കിട്ടും. അതിനേക്കാൾ ഒന്നും കൂടി പെർഫെക്റ്റ് ഈ വൈറ്റ് റൈസ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനക്ക് 1 കിലോ അരി എന്നുള്ള അളവിലാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും വെള്ളമാണ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് ഇത് ഏകദേശം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനൊന്ന് കുക്ക് ചെയ്യാൻ എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് ചിക്കനൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഫ്ലെയിം ഓണാക്കി ആദ്യത്തെ 3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കിട്ടുള്ളൂ. ഇതിലിപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൂടി ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഓയിലായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് 3 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ തിളച്ച് വന്നാലേ ഒരു സൈഡ് ഏകദേശം കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ആ ഒരു സൈഡ് നമ്മൾ 3 മിനിറ്റോളം വെക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പീസും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ചിക്കൻ ഒന്ന് ഇനി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം. നമ്മുടെ മന്തിയുടെ ചിക്കൻ എപ്പോഴും നല്ല ജ്യൂസി ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ആ പെർഫെക്ഷൻ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുതിർത്ത് വെച്ച് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് നമുക്കിതൊരു 10 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 5 ഏലക്ക, അതുപോലെ തന്നെ 3 പട്ട, 4 ഗ്രാമ്പു കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഈ ഫ്ലേവറിനൊന്നും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 2 ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറുതായതിൻ്റെ പേരിലാണ് 2 എണ്ണം ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അല്പം സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് റൈസിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫ്ലേവറൊക്കെ റൈസിലേക്കൊന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വേണം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ റൈസും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ സ്റ്റോക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ റൈസിലേക്കൊക്കെ നമ്മുടെ ഈ സ്റ്റോക്ക് ഒന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ മന്തിക്ക്. ഇനി നമുക്ക് ഈ റൈസിലേക്ക് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയിൽ അല്പം വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒരു ലിക്വിഡ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഒരുപാടൊന്നും മഞ്ഞൾപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടി റൈസിലേക്ക് ഇറങ്ങും. ഇനി ഞാനിവിടെ ഇതിലേക്ക് അല്പം റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസിൻ്റെ അരികിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. എരിവൊന്നും ഇറങ്ങില്ല. ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ മാത്രം ഒന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ മുഴുവൻ പച്ചമുളകും ഇതുപോലെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മന്തിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് ചാർക്കോൾ പീസ് വെക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചൂടായ ചാർക്കോൾ വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചാർക്കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കനലുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ അതിലേക്ക് നമ്മളിനി അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് ഈ സ്മോക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു ഫോയിൽ പേപ്പറോ മറ്റോ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂടി ഇതിന് മേലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ഈ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മന്തിയുടെ കറക്റ്റ് വേവ് നമുക്ക് കിട്ടും. ഇനി ബാക്കിയുള്ള ഈ ഫോയിൽ പേപ്പർ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സൈഡ് ഡിഷ് ആയിട്ടുള്ള നമ്മുടെ മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട ഇതുപോലെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും, ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്, അതും കൂടി ചേർത്ത്, അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം വിനാഗിരി കൂടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് നമുക്ക് ഇത് വെച്ച് തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മന്തിയുടെ സൈഡ് ഡിഷായിട്ട് വെക്കാം. അതുപോലെ തന്നെ മന്തിയുടെ മറ്റൊരു സൈഡ് ഡിഷാണ് ചട്നി. അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം പുതിന ഇല കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും മന്തിയുടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചാർക്കോളിൻ്റെയൊക്കെ സ്മോക്കി ഫ്ലേവറൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ ബൗളൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മന്തി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ റൈസൊക്കെ ഒന്ന് എടുത്ത് വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ റൈസും ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ മുഴുവൻ റൈസും ബൗളിലേക്ക് മാറ്റിയതാണ് ഇത്. അപ്പോൾ നമുക്കിനി ഈ പാനിൽ ചിക്കൻ മാത്രം വെച്ചാൽ മതി. അതും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്നും ഉടയാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ ഈ ചിക്കനൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ ബാക്കി വരുന്ന സ്റ്റോക്കിലേക്കാണ് നമ്മളിനി നേരത്തെ മാറ്റി വെച്ച റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ സ്റ്റോക്കിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ മുഴുവൻ റൈസും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ വരുന്ന ഈ സ്റ്റോക്കും ഈ റൈസും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മന്തി റെഡിയായി. അപ്പോൾ നമുക്കിനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.